ഇതിൽ നമ്മൾ ഒരു ഭൗതികേതരമായി എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദം കൊണ്ടോ ഒരിക്കലും കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യമല്ല, അതിനപ്പുറത്തേക്കൊരു തിരിച്ചറിവ് വേണം എന്ന ഒരു ചിന്തയിലേക്ക് പൊതുവെ ഇങ്ങനെ വളരെ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന പല ആളുകൾ എത്തും. അങ്ങനെ ഒരു ദൈവാസ്തിത്വത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറലായി എന്തൊക്കെ ഉണ്ട് എന്നതിലേക്കൊക്കെ എത്താൻ പൊതുവെ എളുപ്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടുന്ന് പിന്നെയും കുറച്ച് ജേണി മുന്നോട്ടുണ്ടല്ലോ. അതായത് ഭൗതികേതരമായി എന്തോന്ന് ഉണ്ടായാൽ മാത്രം പോകാം, അതിനപ്പുറത്തേക്കൊരു ഇസ്ലാമിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു ചിന്തകൾ ഏത് രൂപത്തിലായിരുന്നു? ഈ ദൈവത്തെ അറിയുക എന്നതിനപ്പുറത്ത് ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് അറിയൽ എന്ന് പറയുന്നത് അത് അറിയുന്നത് ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ്. മറ്റത് ഒരു ദൈവത്തെക്കുറിച്ച് മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിന് വേദങ്ങളുടെയും പ്രവാചകന്മാരും ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിയെ അറിയണമെങ്കിൽ ഏത് മനുഷ്യനും മനസ്സിലാവും. പക്ഷെ മനുഷ്യനും അതും തമ്മിലുള്ളൊരു ബന്ധം അറിയൽ, അപ്പോൾ അതിന് പ്രേരിപ്പിച്ച ഒരുപാട് ഇതുണ്ട്. വായനക്കിടയിലും മറ്റൊക്കെ ആയിട്ടുണ്ടായ പല കാര്യങ്ങൾ. അതിലൊന്ന് പിന്നെ ഈ ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യനെ ഒരു തമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാവാൻ എന്തായാലും സാധ്യതയില്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ഉദ്ദേശം ഉണ്ടാവും. ഉദ്ദേശം ഉണ്ട് എന്ന് ഉറപ്പാണ്. അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ കാണുന്ന ഓരോ അവയവങ്ങളും ഉദ്ദേശപൂർവ്വം. ഇപ്പോൾ കണ്ണുകൾ കാണാനാണ്, കാതുകൾ കേൾക്കാനാണ്, കാലുകൾ നടക്കാൻ, ഓരോന്നിനും ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയ കുറേ അവയവങ്ങൾ ചേർന്നുകൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗങ്ങളിലുള്ള ചെറിയ ഉദ്ദേശങ്ങളെക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം ആകെ മൊത്തം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. അതൊരു തത്വമാണ്. അതായത് അംശങ്ങളിൽ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ സാകല്യത്തിൽ അതിനേക്കാൾ വലിയ ഉദ്ദേശം ഉണ്ടാവും. അതിന് എളുപ്പം മനസ്സിലാവുന്ന ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ക്ലോക്കിന് വ്യത്യസ്ത പാർട്സുകളുണ്ട്. ഇപ്പോൾ മണിക്കൂറുകളെ സൂചിപ്പിക്കുന്ന ഒരു സൂചി, സെക്കൻഡുകളെ സൂചിപ്പിക്കുന്ന, അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അപ്പോൾ ഈ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയ ഭാഗങ്ങളെല്ലാം ചേർത്തൊരു ക്ലോക്ക് ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാവും? ഈ ഭാഗങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം ആകെ മൊത്തം ക്ലോക്ക് ഉണ്ടാക്കിയതിന് പിന്നിലുണ്ടാവും. പക്ഷെ എന്തിനാണ് ഈ ക്ലോക്ക് ഉണ്ടാക്കിയതെന്ന് ക്ലോക്കിന് അറിയില്ല. കാരണം ക്ലോക്കല്ല ക്ലോക്കിന് ഉണ്ടാക്കിയതെന്നുണ്ട്. അതറിയുന്നതായിരിക്കും ക്ലോക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ്. എന്നതുപോലെ മനുഷ്യൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനുഷ്യനറിയില്ല. സ്വാഭാവികമായിട്ട് അത് അറിയുന്നതായിരിക്കും. അത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് അതറിയാം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് ആര് പറയണം? സൃഷ്ടാവ് തന്നെ പറയണം. വേറെ ആര് പറഞ്ഞാലും ഊഹങ്ങളായിരിക്കും. അപ്പോൾ സൃഷ്ടാവ് തന്നെ പറഞ്ഞാലേ യഥാർത്ഥത്തിൽ ശരിയാവുള്ളൂ. അങ്ങനെ സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നിരന്തരമായി പറയുന്നത്, എന്തിനാണ് മനുഷ്യനെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ ഉദ്ദേശം ഇതാണല്ലോ ശരിക്കും പറയുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ എന്തിനാണ് മനുഷ്യൻ ഇങ്ങോട്ട് സൃഷ്ടിക്കപ്പെട്ടത്, അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ എന്താണ്,